ഇല്ല, അങ്ങനെ ഒരു പറച്ചിലുകൾ മാത്രമായിട്ട് നമുക്കിതിനെ കണ്ടാൽ മതി. കാരണം CPM പോലത്തെ ഒരു സംഘടനയ്ക്ക് ഒരു കൃത്യമായ ഒരു പാർട്ടി ഘടനാ സംവിധാനം ഉണ്ടല്ലോ. അപ്പോൾ അവരവരുടെ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് പാർട്ടി തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനതിൽ വിയോജിപ്പുണ്ടായിരുന്ന ആളാണ്. അതിനുള്ള നമുക്കൊരു യോഗ്യതയുണ്ടോ എന്ന് സ്വയം സംശയത്തിലായിരുന്നു ഞാൻ. അപ്പോൾ ആരോ പറഞ്ഞൊരു കാര്യം, ഞാൻ ആദ്യത്തെ സിനിമ സംവിധാനം ചെയ്യുമ്പോൾ ഇതേ ആശങ്ക എനിക്കുണ്ടായിരുന്നു. അന്ന് മോഹൻലാലും ആൻ്റണി പെരുമ്പാവൂരും തന്ന ധൈര്യത്തിലാണ്, അല്ലെങ്കിൽ ഒരു മെയിൻ സ്ട്രീം കൊമേഴ്സ്യൽ സിനിമ ചെയ്യാൻ കഴിയുമോ എന്ന് സംശയം ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. അങ്ങനെ ചുറ്റും ആളുകൾ നിങ്ങളെല്ലാവരും ചേർന്ന് പറയുകയാണെങ്കിൽ മാത്രം പിന്നെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. അങ്ങനെ തീരുമാനം വരുമോ എന്ന് നോക്കാം ആദ്യം, എന്നിട്ടല്ലേ ആ കാര്യമുള്ളൂ. അത് തീർച്ചയായിട്ടും ധൈര്യം തന്നെയാണ്. എന്തായാലും അവിടെ നിന്നൊരു പ്രഖ്യാപനമോ ഒരു തീരുമാനം ഉണ്ടാവട്ടെ. അങ്ങനെ ചോദ്യം വന്നിരുന്നു. എന്ന് പൂർണ്ണമായി പറഞ്ഞിട്ടില്ല. നമുക്ക് രാഷ്ട്രീയത്തിന് രണ്ട് രീതിയിൽ കാണാം. ഒന്ന്, നിരന്തരമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, അത്തരം ഒരാളല്ലല്ലോ ഞാൻ. അല്ലാതെ ഉള്ളവർക്കും വേണമെങ്കിൽ ഒരു ഭരണ സംവിധാനത്തിൻ്റെയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായി മാറാം, അല്ലേ? അതായിരിക്കും സിനിമ എന്ന് പറയുന്നതാണ് നമ്മുടെ കർമ്മ മേഖലയെങ്കിലും സിനിമയിൽ കഴിഞ്ഞ 33 വർഷമായി. ഏതാണ്ട് പതിയെ ഞാനിപ്പോൾ സിനിമകൾ സംവിധാനം ചെയ്യുന്നില്ല. അപ്പോൾ ഒന്നുമില്ല, ഇതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാവട്ടെ. കോഴിക്കോട് നോർത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. 15 വർഷമായിട്ട് പ്രദീപ് നടത്തിയിട്ടുള്ള ഒരു വലിയ മികച്ച പ്രവർത്തനത്തിൻ്റെയാണ് ഈ മണ്ഡലം സുരക്ഷിതമായി പ്രദീപ് നിലനിർത്തിയിരുന്നത്. എനിക്ക് തോന്നുന്നു അതും പാർട്ടിയുടെ തീരുമാനം തന്നെയാണ്. 3 ടേം അല്ലെങ്കിൽ പ്രദീപിനെ പോലെയൊക്കെ ഒരു പ്രാപ്തനായ ഭരണാധികാരി അല്ലെങ്കിൽ ഒരു MLA എന്ന് പറയുന്നത് കോഴിക്കോട് കിട്ടാൻ പ്രയാസമാണ്. ഇല്ല, അവരുടെ റെപ്രസെൻറ്റേറ്റീവ് അന്വേഷണം നടത്തിയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത്രയും ഇപ്പോൾ പറയാനുള്ളൂ. ബാക്കി എല്ലാ മണ്ഡലങ്ങളും നല്ലതാണ്. ശരിയെന്ന്.